പ്രൈസ് ദി ലോർഡ്. വിശ്വാസമൊക്കെ ഇങ്ങനെ പ്രവർത്തികളിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത്. അവസാനം സാക്ഷ്യം പറഞ്ഞ അച്ചായൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? മകൻ്റെ കക്ഷത്ത് മുഴുവനും കുരുവാണ്, അവന് വിശ്വാസമില്ല, പക്ഷെ അത് 3 ദിവസം കൊണ്ട് അത് സൗഖ്യമാകുമെന്ന് ആ മനുഷ്യനുള്ളിൽ വിശ്വസിക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താ? അദ്ദേഹം പറയുന്നതാണ് എൻ്റെ യുക്തി. വിശ്വാസിയുടെ യുക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ യുക്തിയല്ല, വിശ്വാസത്തിൻ്റെ യുക്തിയാണ്. വിശ്വാസിയും യുക്തിവാദിയാണ്, പക്ഷെ വിശ്വാസിക്കൊരു യുക്തിയുണ്ട്. എന്താ യുക്തി? അത് ബുദ്ധിയുടെ യുക്തിയല്ല, ദൈവസ്നേഹത്തിൻ്റെ യുക്തിയുമാണ്. അയാൾ എന്താ പറയണത്? എൻ്റെ കർത്താവ് 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത്, അതുകൊണ്ട് എൻ്റെ മകനും, ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ മകനും 3-ാം ദിവസം സൗഖ്യം പ്രാപിക്കും. കൈ ഇടിച്ച് കർത്താൻ. ജയ ജോർജിൻ്റെ പേരക്കുട്ടിക്ക് ഗർഭസ്ഥമായിരിക്കുന്ന പേരക്കുട്ടിക്ക് ആൾറിയുമില്ല, പൾമിനറിയുമില്ല. സ്റ്റിൽ ആ സഹോദരി സാക്ഷ്യം പറയണ കേട്ടില്ല. എന്താണ്? അവരിവിടെ വന്നപ്പോൾ 42 വചനങ്ങൾ എഴുതിയെടുത്തെന്ന് പറയുന്നത്. വചനത്തിൻ്റെ ആളാണ്. കാര്യം എന്താ? വചനമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. അപ്പോൾ എന്താണത്? വചനം മൂലമാണ് അവർ ജീവിക്കണത് ശരിക്കും. കാര്യം നമ്മൾ വിശ്വസിക്കണത് എന്താണ്? കർത്താവിൻ്റെ വാക്കിലാണ്. ആ സാക്ഷ്യം പറയുമ്പോഴൊക്കെ കർത്താവിൻ്റെ ഓരോ വാക്കും ഐസയ 65 എല്ലാം കോട്ട് ചെയ്തല്ലേ അവർ സംസാരിക്കണത്, അല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളെ സമർപ്പിക്കുന്നു, തീരാവ്യാധികളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു, വാർദ്ധക്യം പേറി വീടുകളിൽ കഴിയുന്നവരെ, ആശുപത്രിയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരുന്ന് പോലും മരിക്കാത്ത രോഗികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിലെ മക്കൾ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ശുശ്രൂഷ മരണം വരെ ചെയ്യാനുള്ള, മഹത്വത്തോടെ ചെയ്യാനുള്ള അനുഗ്രഹം നൽകി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ വർഗീസ് സാറ് ആ കുഞ്ഞിൻ്റെ അമ്മയോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചത്, അല്ലറിയും പൾമറിയും ഇല്ലാത്തൊരു കുഞ്ഞിനെ പെറ്റാൽ ഭാവിയിൽ ബാധ്യതയാകത്തില്ലേ എന്ന് ചോദിച്ചില്ലേ? അപ്പോഴേ അവരൊന്ന് റെഡിമെയ്ഡായിട്ട് ഉത്തരം പറയാൻ വേണ്ടി വന്ന ആൾക്കാരല്ല. ഇങ്ങനെ ചോദിക്കുമെന്ന് പോലും അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ അവിടെ നിഷ്കളങ്കമായ ഹൃദയത്തിലെ സൂക്ഷിച്ചു വെച്ച ഒരു ബോധ്യത്തിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. എന്നാ അവർ സംസാരിച്ചത്? ബാധ്യതയായിരിക്കുമെന്ന് അറിയാമായിരുന്നു, പക്ഷേ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതാണ് വിശ്വാസം എന്ന് പറയണത്. ഉള്ളിൽ കരുതനാണ് വിശ്വാസം എന്ന് പറയണത്. ബാധ്യതയാകുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഉള്ളിൽ, ഞാനത് കേട്ടപ്പോൾ രക്തസ്രാവക്കാരിനെ ഓർത്തത്. അവളെന്താ പറഞ്ഞത്? അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. ഉള്ളിലെ കരുതത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സംഘർഷ സമയത്ത് നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ആന്തരികമായി ബോധ്യപ്പെടുത്തുന്ന, അതിൽ വിശ്വസിക്കുന്ന, അതിൽ പ്രത്യാശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. നിവയ്ക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ, അപ്പോസ്തലന്മാർ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പരിശുദ്ധമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പ്രവാചകൻ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, വിശുദ്ധരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ
ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈ മക്കളെല്ലാം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലെ കൈവരിച്ച നിലപാടുണ്ട്, കൈവരിച്ച ഒരു സമീപന. നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ കേട്ട മക്കളുടെ എല്ലാം ഒരു റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് അല്ലേ, അതിനാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത്, സമീപനം. ആ സമീപനത്തിൻ്റെ എല്ലാ സമീപനങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴാണ് പ്രവർത്തനക്ഷമമാകേണ്ടത്? വചനം സാക്ഷ്യം വഹിക്കേണ്ട ഒരവസ്ഥ വരുമ്പോഴേ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ, ഒരു സഹനത്തിൻ്റെ മുഖത്ത് നമ്മൾ നിർത്തപ്പെടുമ്പോൾ നമ്മൾ കൈവരിക്കേണ്ട ഒരു നിലപാടാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ. ഇതിന് വിശ്വാസത്തിൻ്റെ വാതിലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നടപടി പുസ്തകം 14:27 അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചു കൂട്ടി. തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും, പ്രൈസ് ദി ലോർഡ്, വിജാതീയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിശദീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളാണ് വിശ്വാസത്തിൻ്റെ വാതിൽ. നടപടി പുസ്തകം 14:27 ഒന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രവൃത്തികളാണ് വിശ്വാസത്തിൻ്റെ വാതിൽ. അപ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വാതിൽ നമ്മളെക്കൊണ്ട് എത്തിക്കണ ആത്യന്തിക ലക്ഷ്യമെന്താണ്? നിത്യതയാണ്. അല്ല ഭൗതിക ആനുകൂല്യങ്ങൾ മാത്രമല്ല. അത് ഈ ഭൂമിയിൽ നമ്മൾ 10, 40, 60, 80 കൊല്ലം ജീവിക്കുമ്പോൾ എല്ലാം യൂസ് ആൻഡ് ത്രോ എല്ലാം തീരും. പക്ഷേ വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടുമ്പോൾ ഓർക്കുക, അതിന് ആത്യന്തികമായ ലക്ഷ്യം നിത്യതയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഓരോ അനുഭവത്തിലൂടെയും ഞങ്ങൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നിത്യതയ്ക്കൊരുങ്ങി ജീവിത സാക്ഷ്യം വഹിക്കുവാനും അമ്മേ പരിശുദ്ധമ്മേ സ്വർഗ കവാടമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ ആത്മാവിന്റെ ചൈതന്യം ഞങ്ങളുടെ പ്രവൃത്തികളുടെ മേൽ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ജീവിത വിശുദ്ധി പ്രാപിച്ച് ദൈവാത്മാവിൽ ശക്തി പ്രാപിക്കാൻ നിത്യതയോളമുള്ള ജീവിതത്തില് കർത്താവേ അവിടുത്തെ പ്രവർത്തനങ്ങള് ഞങ്ങൾക്ക് കരുത്തായി തീരണമേ. വിശ്വാസത്തിന് വാതിൽ തുറന്നാൽ നമ്മൾ എവിടെയാണ് എത്തുന്നത്? നിത്യതയിൽ. അപ്പോൾ ദൈവപ്രവൃത്തികളെല്ലാം കാണുമ്പോൾ നമ്മൾ നിത്യതയെക്കുറിച്ചാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാം. ഇപ്പോൾ ആർട്ടറി ഇല്ല, പൾമിനറി ഇല്ല. കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിലോട്ട് മാറ്റി അല്ലേ? അപ്പോൾ അവിടെ കുറേ വിശ്വാസ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ 3 ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ഡോക്ടർ എന്നാ പറയണത്? ആർട്ടറി ഇല്ല, പക്ഷെ പകരം കർത്താവ് വേറെ ഒരു ഞരമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എന്താണെന്നറിയാവോ? കർത്താവിന് എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന്. പകരം ഒന്നല്ല പറഞ്ഞത്, ആൾക്കും പൾമിനറിക്കും പകരം ദൈവത്തിൻ്റെ കയ്യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എൻ്റെ ദൈവത്തിൽ എന്തെങ്കിലും കാര്യം നിനക്ക് ലഭിക്കാനോ കിട്ടാനോ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ ദൈവത്തിന് പകരമുണ്ടെന്ന് ഓർക്കണം. ഈ പകരത്തിനാണ് അഭിഷേകം എന്ന് പറയണത്. പകരം 2 തരത്തിൽ നമുക്ക് കിട്ടും. ഒന്ന് ക്യാഷ് ആൻഡ് കൈൻഡ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിന് പകരമായിട്ടുള്ള മെറ്റീരിയലായിട്ട് കിട്ടും. രണ്ടാമത്തെ സ്പിരിച്വലായിട്ട് കിട്ടും. ദൈവം നമുക്ക് പകരം തരണത് 2 തരത്തിലാണ്.
ഒന്ന് മെറ്റീരിയൽ, ദാറ്റ് മീൻസ് ഭൗതികമായി. ഇപ്പോൾ ആളുടെയും പൾമിനറിയും ഇല്ല, പകരം വേറെ ഒരു ഞരമ്പ് കൊടുത്തിരിക്കുന്നു, അതാണ് പകരം. അത് മെറ്റീരിയലാണ്. ഇനി ഇമ്മെറ്റീരിയൽ സ്പിരിച്വലായിട്ട് പകരം കിട്ടും. അതെങ്ങനെ കിട്ടണത്? അതിനെയാണ് അഭിഷേകമെന്ന് പറയണത്. കർത്താവ് അതിനെ കൃപയെന്ന് പറയും. കൃപയെന്ന് പറയും. ഇപ്പോൾ മക്കളില്ല, നിനക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ? ഇപ്പോൾ 22 കൊല്ലമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉടമ്പടി എടുത്തപ്പോഴും മക്കളെല്ലാം ലഭിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇവിടെ 22, 18, 16 എല്ലാം കേട്ടതാണ്. പക്ഷേ എങ്കിലും ഒരു 5%, 10% മക്കളില്ലാതെ വരാം. അപ്പോഴവർക്ക് എന്താ കിട്ടണത്? അവർക്ക് എന്നാ പകരം കിട്ടണത്? അതിനാണ് അഭിഷേകമെന്ന് പറയണത്. മെറ്റീരിയൽ അല്ല. കാര്യം മക്കളില്ല, പക്ഷേ അതിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കർത്താവിൻ്റെ കയ്യിൽ. എന്താണ്? അഭിഷേകം. മക്കൾ ഉള്ളതുപോലെ അതിനേക്കാൾ ആന്തരികമായ സന്തോഷമുള്ള തൃപ്തി കർത്താവ് കൊടുക്കും. അതും കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതിന് സ്പിരിച്വൽ ആയിട്ടുള്ള പകരമാണത്. ശരിക്കും സ്പിരിച്വൽ. എൻ്റെ മക്കളുടെ കർത്താവിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയാണ്. ശരിക്കും ദൈവത്തിന് അനന്തമായ സാധ്യതയാണെന്ന് ഈശോ എപ്പോഴാണ് പ്രഖ്യാപിക്കണമെന്നറിയാവോ? ചോര വിയർക്കുമ്പോൾ കർത്താവിനോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്കാണത്. ദൈവത്തിന് പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. കൈയടിച്ച് കർത്താവിനെ അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് നമുക്ക് 2 പകരമാണ് കിട്ടുന്നത് അല്ലേ? ഒന്നെന്താ? മെറ്റീരിയൽ, ഭൗതികമായിട്ടുള്ള പ്രതിവിധികൾ. രണ്ടാമത്തേത് എന്താണ്? സ്പിരിച്വൽ. മെറ്റീരിയലായിട്ടുള്ളത് നമുക്ക് ജോലിക്ക് പകരം ജോലി തന്നെ ആയിട്ട് കിട്ടും. രോഗസൗഖ്യത്തിന് പകരം അത് തന്നെയായിട്ട് കിട്ടും. ഇപ്പോൾ നിനക്കൊരു കിഡ്നിയേ ഉള്ളതെന്ന് വിചാരിച്ചോ? പക്ഷേ 2 കിഡ്നി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് 90 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഒരു കിഡ്നിയുമായിട്ട് കർത്താവ് നിന്നെ 91 ദിവസം വരെ 1 വർഷം വരെ താമസിപ്പിക്കും. കൈയിട്ടിച്ച് കർത്താവ്. അത് ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്ര യുക്തിയും വെച്ച് ദൈവത്തെ നമ്മൾ അളക്കരുത്. ഇപ്പോൾ 2 കിഡ്നിയുമായിട്ട് നിനക്ക് ദൈവത്തിൻ്റെ നിനക്ക് ചിലപ്പോൾ 90 വർഷം വരെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ നിനക്കൊരു കിഡ്നിയേ ഉള്ളെന്ന് വിചാരിച്ചോ? അപ്പോൾ ദൈവം നിനക്ക് 91 വർഷം വരെ ജീവിക്കാനുള്ള അനുഗ്രഹം തരും. അതാണ് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രകൃതി എന്ന് പറയണത്. ഇനി അത് മെറ്റീരിയൽ കാര്യങ്ങൾ. ഇനി നിനക്ക് കല്യാണം ഒക്കണില്ല എന്ന് വിചാരിച്ചോ? കല്യാണം ഒക്കണില്ല. അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് കല്യാണം നടന്നില്ല, 34 വയസ്സായിട്ട് കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വരും. ഉടനെ സത്യമായിട്ട് സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ ഏകസ്ഥരായിട്ട് ജീവിച്ച് പരിചയിച്ച ആൾക്കാരാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രീതി അതാണ്. ഞങ്ങളത് കുഞ്ഞുനാൾ മുതൽ അക്സെപ്റ്റ് ചെയ്ത് പോന്നിട്ടുള്ളതാണ്. ഇത് മറ്റത് കല്യാണം വരും, ഒരു ജീവിത പങ്കാളി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിത പങ്കാളികളുമായിട്ട് മറ്റുള്ളവർ നടക്കുമ്പോൾ പങ്കാളിയില്ലാതെ ഒറ്റപ്പെട്ട ആളിന് വേദന തോന്നും. ഒരു വർഷം വരുമ്പോഴാണ്, ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കുമ്പോഴാണ്, മിണ്ടിപ്പറയാൻ ആളുമില്ലാത്തപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കണത് ഏകനായിരിക്കണത് നല്ലതല്ലെന്നല്ലേ? ഇപ്പം നല്ലതല്ല എന്ന് തോന്നുന്ന ഒത്തിരി അനുഭവങ്ങൾ മനുഷ്യനും ഉണ്ടാകും. ഏകനായിരിക്കണം നല്ലതല്ല എന്ന് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നതാണ്. മനുഷ്യന് വികാരം മാത്രമല്ലേ ഉള്ളത്, മാനസിക ആവശ്യം, ഒരു ഇണയ്ക്ക് വേണ്ടിയുള്ള മാനസികമായ ആവശ്യമില്ലേ? അതുകൊണ്ടാണ് ദൈവം പറയണത് നല്ലതല്ല എന്ന് പറയണത്. അപ്പം നല്ലതല്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ വിവാഹം ഒത്തുവരണില്ല എന്നുണ്ടെങ്കിൽ ഈ 47-ാമത്തെ വയസ്സിൽ ആ വ്യക്തി എന്ത് ചെയ്യും? അപ്പോഴേ ദൈവത്തിൻ്റെ കയ്യിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ അതിൻ്റെ പകരമുണ്ട്. ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പകരമാണ് ചോദിക്കേണ്ടത്. കർത്താവേ, ഞാൻ എന്ത് മാത്രം മാനസികമായിട്ട് ഒറ്റപ്പെടുന്നുണ്ടെന്ന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ, എൻ്റെ അമ്മക്ക് പോലും അറിയത്തില്ല.
പക്ഷേ ജോസഫച്ചൻ ഇപ്പോഴും നിന്നിലൂടെ പറയുന്നുണ്ട്. എന്താ പറയണത്? ജോസഫച്ചനിലൂടെ നീ പറയുന്നുണ്ട് ഇതിന് പകരമുണ്ടെന്ന്. എന്താണ് പകരമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആന്തരികമായ അഭിഷേകം. അതായത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിനക്ക് ലഭിക്കുമായിരുന്നതിനേക്കാൾ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം ഞാൻ അവരുടെ ഹൃദയത്തിൽ നൽകുന്ന കർത്താവിൻ്റെ വചനമുണ്ടെങ്കിൽ ആ സന്തോഷമാണ് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന അഭിഷേകം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ദൈവവചനം ശ്രമിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തെ ഉദ്ദീപ്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ആത്മസന്തോഷത്താൽ, ദൈവിക അനുഭവത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒരു വിഷയം കൊണ്ട് നിനക്ക് ലഭിക്കുമായതിനേക്കാൾ കൂടുതൽ നിനക്ക് തരാൻ നിന്റെ ദൈവത്തിന് കഴിയും. അതാണ് നമ്മളെപ്പോഴും ക്രിസ്ത്യാനിറ്റിയിൽ സംസാരിക്കുമ്പോൾ അഭിഷേകമെന്ന് പറയണത്. എന്തിനാണ് കാര്യം? ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ആന്തരികമായ പൊരിച്ചിലിൻ്റെയും ആത്യന്തികമായ സംതൃപ്തി നിനക്ക് ലഭിക്കുന്ന ദൈവ സംവിധാനത്തിൻ്റെ പേരാണ് അനോയിൻമെൻറ്റ്, അഭിഷേകം. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ ആന്തരികമായ എല്ലാ അതൃപ്തിയെയും തൃപ്തിപ്പെടുത്തുന്ന കൃപയുടെ അഭിഷേകത്താൽ ഈ സമൂഹത്തെ ഇപ്പോഴഭിഷേകം ചെയ്യണമേ, ഇപ്പോഴഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവേ, കൃപയാൽ യോഹന്നാൻ 1:14 കൃപയ്ക്ക് മേൽ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. അവിടെ സമസ്ത നിയോഗങ്ങളുടെ മേൽ ദൈവിക കൃപയുടെ വരം വർഷിക്കപ്പെടട്ടെ. കൃപയാൽ അഭിഷേകം തരികയായിരുന്നു. എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന്, പകരമുണ്ട്. ആൾഡറിക്കും പൾമിനറിക്കും ഇല്ലെങ്കിലും കർത്താവിന് അതിൻ്റെ പകരം ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഞരമ്പ് അതേ ധർമ്മം ചെയ്യുന്നത് കർത്താവ് പ്രാർത്ഥനയിൽ വിശ്വാസിയുടെ പ്രഖ്യാപനത്തിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കർത്താവ് വിളിച്ചു വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. എങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് എല്ലാത്തിനും ആത്മരയ്ക്ക് പോലും പൾമിനറിക്ക് പോലും പകരമുണ്ട്. പക്ഷെ പകരമില്ലാത്ത ഒരു കാര്യമുണ്ടെന്ന്. എന്താണത്? നീ ലോകം മുഴുവൻ നേടിയാലും മെറ്റീരിയലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഭൗതികമായിട്ടുള്ള എല്ലാം, ശാരീരികമായിട്ടുള്ളതെല്ലാം നീ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? പിന്നെ കർത്താവ് ഒരു ചോദ്യം ചോദിക്കാം, അഥവാ നിൻ്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അതെല്ലാം വിശ്വാസത്തിൻ്റെ വാതിലാണെങ്കിൽ ആ വാതിൽ തുറക്കുന്നത് നിത്യതയിലേക്കാണെങ്കിൽ കർത്താവ് അതിനോട് ചേർത്ത് വായിക്കാനാണ് മത്തായി 16:26. നിൻ്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ആത്മാവിന് പകരമായി ഒരു കാര്യമേ കൊടുക്കാനുള്ളൂ. അത് ദൈവത്തിന് പോലും ആത്മാവിന് പകരമായി കൊടുക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ യേശുക്രിസ്തുവിനെ കൊടുത്തത്. കൈ അടിച്ചു കർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ നൽകിയാണല്ലോ ഞങ്ങളെ വീണ്ടെടുത്തത്, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിച്ചത്. ഞങ്ങളുടെ മക്കൾക്ക് കർത്താവേ അങ്ങയുടെ സ്നേഹം കാണുകയാണ്. കുഞ്ഞിൻ്റെ അപ്പൻ്റെ പ്രതികരണങ്ങൾ. ബരീസാർ ചോദിച്ചു കൊച്ചിൻ്റെ അപ്പനോട്, വാട്ട് യു ഫെൽറ്റ്? നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന്. എന്താ കാര്യം? കുഞ്ഞിന് വീട്ടുമാംസമല്ല കൊടുത്തിരിക്കണത്. എന്താ കൊടുത്തിരിക്കണത്? ഫ്രാൻസിസ് എന്ന് പേരിട്ടിട്ട് ജ്ഞാനസ്ഥാനം കൊടുത്തിരിക്കുക. അതിന് ഒരു നീതീകരണം എന്താ പറഞ്ഞതെന്നറിയാവോ അദ്ദേഹം? എന്താ? എബ്രാഹാം അവൻ്റെ സന്തതിയെ ദൈവത്തിന് കൊടുത്തു, അതാണ് ഞാൻ ജ്ഞാനസ്ഥാനം ചെയ്തതെന്ന്.
അതൊക്കെ ഒരു വല്ലാത്ത ഒരു മറുപടിയാണ്. ഇക്കാര്യങ്ങളിൽ വിശ്വാസി എന്തുമാത്രം വളർന്നെന്ന് നോക്കിയേ. ജീവിതം കൊണ്ട് വേദസാക്ഷിയാകാൻ വേണ്ടി മാത്രം കേരള സഭയെ ഈശോ അഭിഷേകം ചെയ്യുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കേരള കത്തോലിക്ക സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അവർണ്ണനീയമായ കൃപകൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന സാക്ഷ്യം നൽകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എല്ലാ അഭിഷിക്തരെയും കർദിനാളന്മാരെയും മെത്രാന്മാരെയും സന്യസ്തരെയും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. അതേ, ദൈവം എബ്രഹാത്തിനോട് ആവശ്യപ്പെട്ടതുപോലെ ദൈവം എൻ്റെ മകനെ എന്നോട് ആവശ്യപ്പെട്ടതാണെന്ന് കരുതി ഞാൻ എൻ്റെ മകനെ ദൈവത്തിന് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ കണ്ട വചനം യാക്കോബിൻ്റെ ലേഖനമാണ്. യാക്കോബ് 2-ാം അധ്യായം 21-ാം വാക്യം. നമ്മുടെ പിതാവായ എബ്രാഹാം എന്ന് പറഞ്ഞേ, നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാക്കപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. യാക്കോബ് 2:24 പറയണത് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അഭിഷേകത്തിൻ്റെ നിറവിലാണ് നമ്മൾ. 2 തരം പകരമുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ ധ്യാനയോഗത്തിൽ വെളിപ്പെടുത്തി. ഒന്ന് മെറ്റീരിയലായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തത് സ്പിരിച്വലാണ് കൃപ, അനോയിൻറ്റിങ് എന്ന് പറഞ്ഞു. രണ്ടിനും നമ്മൾ അവകാശികളാണ്. കാരണം എന്താണ്? നമ്മൾ വിശ്വാസികളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലത് കരത്താൽ, അങ്ങയുടെ ആടിപ്പഴുതാർന്ന അത്ഭുത കരത്താൽ ഓരോ മകനെയും ഓരോ മകളെയും ഓരോ രോഗികളെയും സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. അങ്ങയുടെ നാമത്തില് പിറന്ന കുഞ്ഞുമായി വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ സഹായിക്കണമേ. കർത്താവേ, സാറായിക്ക് 90-ാമത്തെ വയസ്സിൽ സന്താനം കൊടുത്ത ദൈവമേ, വന്ധ്യായ എലിസബത്തിന് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ, സന്താനരഹിതരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഇപ്പോൾ നിറയണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഞ്ചുവേദനക്കാർക്കും ഹൃദയരോഗികൾക്കും കരൾ രോഗികൾക്കും പാൻക്രിയാസ് രോഗികൾക്കും ശ്വാസകോശ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്
രോഗികളെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലുകയും മറ്റുള്ളവർ സ്തുതിക്കുകയും ചെയ്യട്ടെ. നല്ലവനായ ഈശോ തിരുവിലാവിൽ മുറിവേറ്റവരെ, ഈശോ മുൾക്കിടം ചൂടിയവനെ, ഈശോ തിരുവിലാവിൽ മുറിവേറ്റവരെ, ഈശോ മുൾക്കിടം ചൂടിയവനെ, കർത്താവേ അങ്ങയുടെ മക്കളെ അങ്ങ് സ്പർശിക്കണമേ. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ, ഹൃദയരോഗികളെ സ്പർശിക്കണമേ, കരരോഗികളെ സ്പർശിക്കണമേ, ശ്വാസകോശ രോഗികളെ, പാങ്ക്രിയാസ് രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, തിരവേദികള് മാറിപ്പോകട്ടെ. കർത്താവേ, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുത്തുന്നവർ തന്നു പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ആത്മാവ് കാണിക്കുന്നുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജീവിത ഭൗതിക മേഖലകളിലെ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് വിവാഹം ഒത്തുവരാത്തവർ, മക്കൾ ഇല്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, യാത്ര പോകുന്നവർ, പഠിക്കാൻ പറ്റാത്തവർ, പഠനത്തിൽ പരാജയപ്പെടുന്നവർ, അതുകൊണ്ട് മേൽക്കയറ്റമില്ലാത്തവർ, ജോലി ലഭിക്കാത്തവർ, എല്ലാവരുടെയും കണ്ണുനീരിനെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുകയാണ്. ശ്രുതികയുടെ ഹല്ലേലൂയ. കർത്താവ് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ കൃപ മക്കളിലേക്ക് ഒഴുക്കണമേ. നിന്റെ വലിയ കൃപ മക്കളിലേക്ക് ഒഴുക്കണമേ. ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സമസ്ത ജീവിത ദുരിതങ്ങള്, കടബാധ്യതകള്, ജീവിത വിഷമതകള്, ഭവനമില്ലാത്ത അവസ്ഥകള്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവര്, മക്കള്, ജീവിത പങ്കാളി, മദ്യമാത്മ ലഹരിയിൽ കഴിയുന്നവര്, എല്ലാ ദുരിതങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ഉടമ്പടി ഉപവാസ ധ്യാനവും ആരാധനയും രോഗസൗഖ്യ പ്രാർത്ഥനയും. അതായത് 1, 2, 3, 4 തിങ്കൾ, 1, 2, 3, 4 ചൊവ്വ. എല്ലാ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് പുതുതായിട്ട് ഉടമ്പടി ചെയ്യേണ്ടവർക്ക് ഉടമ്പടി ചെയ്യാനും ഉടമ്പടി പുതുക്കാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നത്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 5 ദിവസങ്ങളുണ്ട് ഉടമ്പടി പുതുതായിട്ട് ചെയ്യാനുള്ളവർക്ക്. ഉടമ്പടി എടുത്തവർ 6 കാര്യങ്ങളാണ് അമ്മ തിരുസന്നിധിയിൽ ഉടമ്പടിയായി നിയോഗമായി സമർപ്പിച്ചിരിക്കുന്നത്. ഒരു സ്നേഹ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാണ് ഉടമ്പടി ചെയ്തത്, ഉടമ്പടി മാതാവിനോടല്ലേ ചെയ്യണമെന്ന് പരാമർശിച്ചിരുന്നത്. നമുക്കറിയാം ഉടമ്പടി മാതാവിനോടല്ല ചെയ്യണത്. മാതാവ് ഉടമ്പടിയുടെ മധ്യസ്ഥയാണ്. ഉടമ്പടി നമ്മൾ ദൈവത്തോടാണ് ചെയ്യണത്. മാതാവ് അതിൻ്റെ സാക്ഷിയും മധ്യസ്ഥയുമാണ്. ഉടമ്പടി പരിശുദ്ധ അമ്മ വഴി ദൈവത്തോട് ചെയ്തിട്ട് നമ്മൾ എന്നാ പറയണത്? അമ്മ പറഞ്ഞതുപോലെ, അവൻ പറഞ്ഞതുപോലെ ജീവിച്ചു കൊള്ളാമെന്നാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അതിനകത്ത് 6 കാര്യം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാര്യം നമുക്ക് 1 കൊല്ലമാണ് ഉള്ളത് മാക്സിമം. ഇത് ഓപ്ഷണലാണ്. ആർക്കും ഒരു നിർബന്ധവുമില്ല. എല്ലാം ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അവനവൻ്റെ മനസ്സാണ് ഉടമ്പടി എടുക്കണോ എടുക്കണ്ടേ, തിരി വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ, തൈലം വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ, പത്രം വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ. പക്ഷേ ഉടമ്പടി പുതുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി കർത്താവിനെ നിങ്ങൾ ലോകത്തിന് അറിയിക്കണം. ഇപ്പോൾ പത്രം വായിക്കാൻ ചില ആൾക്കാർ പൈസ ഇല്ലെന്ന് വിചാരിച്ചു,
അപ്പോൾ പിന്നെ അവരെന്താ ചെയ്യണത്? 50 പേരെ കണ്ടുപിടിച്ച് 50 പേരുടെ വീട്ടിൽ പോയി അവരോട് കർത്താവിനെക്കുറിച്ച് സംസാരിക്കണം. ഞങ്ങൾക്കത് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളത് പുതുക്കി തരും. നിങ്ങൾ 50 വീട്ടിൽ പോയി 50 പേരോട് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ പങ്കുവെച്ചത് ഞങ്ങൾക്ക് ബോധ്യം കിട്ടണം, എന്നാൽ ഞങ്ങളത് പുതുക്കി തരും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാർഗമുള്ളത് എന്താണ്? പത്രം വാങ്ങിച്ച് അതുപോലെ തന്നെ അത് പ്രാർത്ഥിച്ച് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ കൊണ്ടുപോയി ഓരോ വീടുകളിലും കൊടുക്കും. എന്തിനാണ് കൊടുക്കണത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ. കാര്യം അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ്. അവനെന്താ പറഞ്ഞത്? ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് കാരണം നമ്മൾ അവനോട് ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറഞ്ഞ 6 കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ഏറ്റെടുക്കും. അവൻ എത്രയോ കാര്യങ്ങൾ ലോകത്തോട് സംസാരിച്ചു. അതിൽ നമ്മുടെ ഒരു പരിധിയിൽ 6 കാര്യമാണ് വരണത്. എന്താ കാര്യം? ഇത് മരിയൻ ഉടമ്പടി ആയതുകൊണ്ടാണ്. മരിയൻ ഉടമ്പടിയിൽ എന്താണ്? 6 കൽപ്പനയാണ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അവിടെ കാനായിലെ ആരാണ് മധ്യസ്ഥ? അമ്മയാണ്. ഇപ്പോൾ ഉടമ്പടിയുടെ മധ്യസ്ഥയാണ് അമ്മ. ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ഉടമ്പടി വെക്കണത്, അല്ലേ? അപ്പം അതുകൊണ്ട് ആ 6 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ തൽക്കാലം അവൻ പറഞ്ഞതുപോലെ ഏറ്റെടുക്കുന്നത്. അത് 6 വെടിപ്പായിട്ട് നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുവിൻ്റെ അനുവാദത്തോട് നിങ്ങൾക്ക് ഇപ്പോൾ കിടപ്പ് രോഗികളെ കാണാൻ പറ്റാത്തവരുണ്ടാകാം. കാര്യം എന്താ? നിങ്ങൾ തന്നെ അവശരോഗിയായിരിക്കും. പിന്നെ എങ്ങനെയാണ് രോഗിനെ പോയി കുളിപ്പിക്കണം? നടക്കത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഐദർ ഓർ, ഏതെങ്കിലും ഒരെണ്ണം. അത് ആധ്യാത്മിക ഗുരുവിൻ്റെ വിവേചന അധികാരപ്രകാരം നിങ്ങൾക്ക് കൽപ്പിച്ച് നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഏറ്റെടുത്താൽ മതി. അതിനാണ് ഈ കൗൺസിലേഴ്സിനെ വെച്ചിരിക്കുന്നത്. കൗൺസിലേഴ്സ് പറഞ്ഞാൽ ഞാൻ തന്നെ രോഗിയാണ്, ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ രോഗികളെ പോയി കാണുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല, ഇപ്പോഴീ രോഗം വെച്ചുകൊണ്ട് എനിക്ക് രോഗികളെ കാണാം. അപ്പോൾ കൗൺസിലറെ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി. നിങ്ങൾക്ക് പറ്റണ രീതിയിലേക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ അവസ്ഥയും അനുഗ്രഹിച്ചുകൊണ്ട് അത് ചേഞ്ച് ചെയ്ത് തരാനുള്ള വിവേചന അധികാരം കൗൺസിലിനുണ്ട്. കൗൺസിലർ അത് ചെയ്തു തരുമ്പോൾ ഒപ്പിടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന ഉടമ്പടിയുടെ നിയോഗം മാറ്റിയിട്ട് ഇവരുടെ ആവശ്യപ്രകാരം ഇന്നതാക്കിയിട്ടുണ്ടെന്ന് കൗൺസിലർ ഒപ്പിടണം. പക്ഷേ അപ്പോൾ കൗൺസിലർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പുതുക്കണമെങ്കിൽ ആ കൗൺസിലറിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ വരണം. കാര്യം അത് അവരല്ലേ നിങ്ങൾക്കിത് പറഞ്ഞു തന്നിരിക്കണത്. കാര്യം അവരാണ് പിന്നെ അത് പുതുക്കണമെങ്കിൽ അവരുടെ നോട്ടോട് കൂടി കൊണ്ടുപോയാൽ പുതുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഉടമ്പടി സീരിയസ് ആണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടി ഇല്ലാത്തൊരു കാലം കൃപാസനത്തിലുണ്ടായിരുന്നു. അന്നത്തെ കാലവും ഇന്നത്തെ കാലം നോക്കുമ്പോൾ എൻ്റെ അമ്മേ, പണ്ട് 30 സാക്ഷ്യത്തിനാണ് ഇന്ന് ആൾക്കാർ 400 സാക്ഷ്യം പറയണത്. അത് പറയണ സാക്ഷ്യങ്ങളൊക്കെ എന്തോ ഒരു വലിയ സാക്ഷ്യങ്ങളാണ് പറയണത്. ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായി ജീവിത വിശുദ്ധീകരണം സംഭവിച്ചിട്ട് സഹോദരനെ സ്നേഹിച്ച് ശത്രുവിനെ ക്ഷമിച്ച് എന്തൊരു സുവിശേഷ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇത് സ്വർഗീയ പ്രാർത്ഥന, ദൈവദത്തമായ സ്വർഗീയ പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് ആദ്യകാലങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് കർത്താവ് ആന്തരികമായി തോന്നിച്ചത് തന്നെയല്ല. ഇപ്പോൾ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് കിട്ടുന്ന ഒരു സത്യമാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ ആ വിഷയങ്ങൾ, ഉടമ്പടി വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ദൈവസ്നേഹത്തോടെ പറയണം, കർത്താവേ, ഈ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവൻ നിന്നെ അറിയാൻ ഇടയാക്കണമേ എന്ന്. അപ്പം പത്രം കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കൃപാസന ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇത് സെബസ്ത്യാനോസിൻ്റെ സഭയിലാണ് ഞാൻ ജ്ഞാനസ്ഥാനം ഏറ്റിരിക്കുന്നത്. അസ്ത്രങ്ങൾ വരുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും സഭയാണ്. ഞാൻ എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ കുഞ്ഞുനാൾ മുതൽ വിശുദ്ധ സെബസ്ത്യാനോസാണ്. ഞാൻ ഓരോ മാസം ചെല്ലുന്ന നിൽക്കുന്നത് സെബസ്ത്യാനോസിൻ്റെ മുമ്പിലാണ്. പറന്നു വരുന്ന അസ്ത്രത്തിൻ്റെ മുമ്പിൽ നെഞ്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സെബസ്ത്യാനോസ് ഉണ്ട്. അവനാണ് കർത്താവിൻ്റെ സാക്ഷി, അവനാണ് എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ. അപ്പം അതൊന്നും ആക്ഷേപങ്ങളൊന്നും പ്രശ്നമല്ല. പക്ഷേ
ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. എന്നിട്ട് അതാണ് പ്രശ്നം. ഇവിടുന്ന് കൃപാസനം പറഞ്ഞിരിക്കണത് എന്താ? നിങ്ങളെ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ ഈ പത്രം ഉപയോഗിക്കണം. അതാണ് ഞങ്ങൾ തന്നിരിക്കുന്ന നിർദ്ദേശം. അതാ എന്നും കുന്നും അത് തന്നെയായിരുന്നു. പിന്നെ ഓരോ വ്യക്തികൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ആന്തരികമായ ബോധ്യത്തിൻ്റെ പേരിൽ ഓരോ രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. അത് പക്ഷേ ഞങ്ങളുടെ വിഷയമല്ല. അത് കാര്യം ഞങ്ങൾ ഒഫീഷ്യലായിട്ട് അത് അംഗീകരിക്കുന്നില്ല. പിന്നെ സാക്ഷ്യം പറയുമ്പോൾ ചില ആൾക്കാർ അവരുടെ അനുഭവം പറഞ്ഞു പോണത് അവരുടെ അനുഭവം അവർ പറയണതാണ്. അവരുടെ ആത്മീയ അവകാശത്തിൻ്റെ മേൽ നമുക്ക് പരിധികളുണ്ട് സ്വാധീനിക്കാൻ. എങ്കിലും ഞങ്ങൾ ഉടനെ സൈമിൾട്ടേനിയസായിട്ട് പറയും ഇത് കൃപാസനത്തിൻ്റെ നിലപാടല്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. കാര്യം എന്താ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് കൃപാസനം അറിയാവുന്നത്, അല്ലേ? അതിൻ്റെ ശുശ്രൂഷ എന്താണെന്നറിയാം, അതിൻ്റെ വചനത്തിൻ്റെ രീതികളറിയാം, സാക്ഷ്യത്തിൻ്റെ രീതികളറിയാം. അപ്പം നിങ്ങൾ ഇങ്ങനൊരു വിഷയം ഇടയ്ക്ക് നമ്മൾക്ക് മറ്റുള്ള പൊതുസമൂഹത്തിൽ ചില ആൾക്കാർ നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് അറിയാണ്ട് നമ്മളുടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് പിശാച് അത് ശരിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്നും ഉണ്ടാകും, ലോകത്തിൽ അത് ഉണ്ടാകും. നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വേല ചെയ്യണത്. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സാക്ഷ്യം വഹിക്കണം. ബൈബിൾ എന്താ പറയണത്? കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിൽ മടുപ്പ് തോന്നരുതെന്നാണ് പറയണത്. രണ്ട് കാര്യത്തിനാണ് മടുപ്പ് തോന്നരുതെന്ന് ബൈബിൾ പറയണത്. ഒന്ന്, പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നരുത്. രണ്ടാമത്, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ മടുപ്പ് തോന്നരുത്. അപ്പം മടുപ്പ് തോന്നാൻ സാധ്യതയുള്ള വിഷയങ്ങളും സാഹചര്യങ്ങളും സമയങ്ങളും വരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ അനുഭവം അതങ്ങനെയല്ല, നിങ്ങൾ പറയണത് ശരിയല്ല, എൻ്റെ അനുഭവം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഫേസ്ബുക്കിലോ എവിടെയാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റണത് അപ്പോൾ പോസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ സാക്ഷികളായി മാറി. അപ്പം നമ്മൾ ആ സമയത്തും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി നിങ്ങളും സുവിശേഷത്തിൻ്റെ സാക്ഷികളും സുവിശേഷത്തിൻ്റെ പ്രഘോഷകരുമായി മാറി. അത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ആ കാര്യത്തിന് നിങ്ങൾ എന്തിനു വേണ്ടി ഉടമ്പടി ചെയ്തത് അവിടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം വർഷിക്കുകയും ചെയ്യും. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണത്തിലൂടെ Lord Jesus Christ, power of the Spirit. Touch your fire finger. Soak with the precious blood. Let the devices power device legends. Satan Satan's machinations be dispelled. Unto of half. Let me bless him, bringing health in body and mind, peace and harmony in the family. I know the authority of the Catholic Church, the power of Jesus Christ, with the miracles of the Holy Priesthood, I bless and hallow the Catholics. Those use will have grace and peace and power. മരിയൻ തപസ്സിനെ കുറിച്ച്, സ്ഥലം മാറ്റുന്നതിനെ കുറിച്ചൊരു നോട്ട് നേരത്തെ പത്രത്തിലിട്ടിട്ടുണ്ട്. അത് റദ്ദ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമില്ലാത്ത കൊണ്ടാണ് വേറൊരു ധ്യാനകേന്ദ്രത്തിലേക്ക് മരിയൻ തപസ് മാറ്റാമെന്ന് വിചാരിച്ചത്. കാര്യം മരിയൻ തപസ്സിൻ്റെ ദിവസം തന്നെയാണ് ആ ഹോസ്പിറ്റൽ മിഷനും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം കൂടി വന്നിട്ട് അനങ്ങാൻ പറ്റാത്ത കണ്ടീഷനായി. നമ്മൾ ധ്യാനങ്ങളും ചില ധ്യാനങ്ങൾ മാറ്റും. പ്രേക്ഷിത കൂട്ടായ്മ, മസ്ജിദുലാളി കൂട്ടായ്മ, മരിയൻ തപസ്സ കൂട്ടം വേറെ ഒരു ധ്യാനകേന്ദ്രം എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റത്തുള്ളൂ. അത് എടുക്കണ വരെ ഇവിടെ തന്നെ മരിയൻ തപസ്സ് തുടരുമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. വീണ്ടും സമാപന ആശീർവാദമാണ്. സമാപന ആശീർവാദത്തിലും നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കാം. സ്വർണം സൂക്ഷിക്കണം. മറ്റു പരിപിടിപ്പുള്ള വസ്തുക്കളെല്ലാം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ആൾക്കാർ പിരിയണ സമയത്ത് 2 ഗേറ്റുകളുണ്ട്. 2 ഗേറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പുറത്തേക്ക് പോകാൻ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ, ഇപ്പോൾ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ, ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് ആശീർവദിക്കുന്നു. മാരകമായ രോഗങ്ങൾ, തീരാവ്യാധികൾ, കുടുംബത്തിൻ്റെ സമാധാനക്കേടുകൾ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ, തൊഴിൽ മേഖലകൾ, വരുമാന മാർഗങ്ങൾ എല്ലാം ഈശോ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തി നിറയുന്നു. യേശുവേ ആരാധന.
ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ